ഹോളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊന്നും അകത്ത് കയറാതെ നമുക്ക് ഈ ക്യാപ്പ് ഉപയോഗിക്കാം. ഹായ് ഫ്രണ്ട്സ്, ട്രയംഫ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. അപ്പോൾ ഇന്ന് റോയൽ എൻഫീൽഡ് പ്രേമികൾക്കായിട്ടുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല കേട്ടോ. അപ്പോൾ ആദ്യം പറയട്ടെ, ഞാൻ നമ്മുടെ റോയൽ എൻഫീൽഡ് ബൈക്ക് ഉപയോഗിക്കുന്ന എല്ലാവർക്കും അതിൻ്റെ ടാങ്ക് കവർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംഭവം തന്നെയാണ്. പല ആൾക്കാരും വണ്ടിയുടെ ആ ഒരു ഭംഗി നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ടാങ്ക് കവർ ഉപയോഗിക്കാറില്ല. പക്ഷേ അത്തരത്തിൽ കുറേ ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മൾ കവർ ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ, അതായത് ടാങ്കിനെ പുറത്തിടുന്ന ആ ബാഗിൻ്റെ കാര്യമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ബാഗൊന്നും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ അവിടെ സ്ക്രാച്ചൊക്കെ വീഴുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു അവസ്ഥ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ബാഗ്, അതായത് നമ്മുടെ ടാങ്കിൻ്റെ മുകളിലിടുന്നതിനായിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബാഗ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അത് ഇട്ടപ്പോൾ തന്നെ കാണാൻ നല്ല രസമുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് വാങ്ങാം. അതിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഞാൻ അതിനെ ഒന്ന് കാണിച്ചു തരാം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും വാങ്ങിച്ച് ഉപയോഗിക്കുക. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല, ഞാൻ ആദ്യം പറയുകയാണ്. ഞാൻ ഉപയോഗിച്ചപ്പോഴത്തേക്കും കൊള്ളാമെന്ന് തോന്നിയുകൊണ്ടാണ് ഞാനിത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ വേണമെന്നുള്ളവർക്ക്, ടാങ്കൊക്കെ കവർ ചെയ്ത് സൂക്ഷിക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതുപോലൊരു കവറൊക്കെ വാങ്ങിച്ച് ഇടാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പെട്രോൾ ടാങ്കിൻ്റെ ക്യാപ്പ്, അത് മുകളിൽ കീയിൻ്റെ ഹോളിൻ്റെ അവിടെ ചെറിയ ആ ഒരു അടപ്പൊക്കെ വരുന്ന, അതൊക്കെ പൊട്ടിപ്പോയവർക്ക് ഒരു ചെറിയൊരു ബോക്സ് കൂടി, അല്ലാതെ ചെറിയൊരു ക്യാപ്പ് കൂടി ഇടാറുണ്ട്. ആ ക്യാപ്പും ഞാൻ ഇതിലൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പെട്രോൾ ടാങ്കിൽ വരുന്ന ക്യാപ്പ്. അപ്പോൾ അത് ഇതുപോലെ ഈ ഹോളൊക്കെ ഉണ്ടെങ്കിൽ വെള്ളമൊന്നും അകത്ത് കയറാതെ നമുക്ക് ഈ ക്യാപ്പ് ഉപയോഗിച്ചിട്ട് ക്ലോസ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. വേറെ എയർ പ്രോബ്ലം അങ്ങനത്തെ പ്രശ്നമൊന്നും വരുന്നില്ല, മിസ്സിങ് പ്രോബ്ലം അങ്ങനെ ഒന്നും വരുന്നില്ല ഈ ക്യാപ്പ് വെച്ചെന്ന് പറഞ്ഞിട്ട്. എന്തായാലും ഇതും എല്ലാവർക്കും വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നുള്ള ഒന്ന് തന്നെയാണ്. കുറേ ദിവസമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ബേസിലാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത്. വീണ്ടും പറയുകയാണ്, ഇതൊന്നും ഒരു പ്രൊമോഷൻ റിവ്യൂ അല്ല. കണ്ടു, വാങ്ങിച്ചിട്ട് കൊള്ളാമെന്ന് തോന്നി, ഇഷ്ടപ്പെട്ടതുകൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇത് ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ വണ്ടി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, അതായത് വാഹനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടു നടക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മുടെ ടാങ്കിലൊന്നും കൂടുതൽ സ്ക്രാച്ച് ഒന്നും വരാത്ത രീതിയിൽ നമുക്ക് ഇത്തരത്തിലുള്ള ബാഗുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വാഹനങ്ങൾ കൊണ്ടു നടക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ബാഗ് ഇതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. 4 ടാഗ് ഇതിൽ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോർഷനിൽ ഇത് ഇവിടെ 2 ടാഗ് ഉണ്ട്. ഇത് പിടിച്ച് ഇവിടെ ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ പോർഷനിൽ 2 ടാഗ് വരുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് പോകുന്ന ഈ ടാഗ്. അപ്പോൾ ഇത്തരത്തിൽ 2 ടാഗ് ഉണ്ട്. ഈ ടാഗ് നമുക്കിവിടെ ഭംഗിയായിട്ട് ഇവിടുത്തെ പൊസിഷനൊക്കെ ക്ലിയർ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ടൈറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ബാഗിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ നമുക്ക് മൊബൈൽ ഫോണൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലോങ് ഡ്രൈവൊക്കെ പോകുന്നവർക്ക് മൊബൈൽ ഫോണൊക്കെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗ് കൂടിയാണിത്. അപ്പോൾ ഈ ബാഗ് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുള്ളവർ വാങ്ങിച്ച് നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഒരു ലൈക്ക് അടിക്കുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ വ്യത്യസ്തരമായിട്ടുള്ള പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്. ട്രയംഫ് അച്ചീവേഴ്സ് ചാനൽ. ബൈ.